ഡിയർ സ്റ്റുഡൻസ്, ബാലനഗർ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് ഓൺലൈൻ യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സിമ്പിൾ മെഷീൻസിനെ കുറിച്ചാണ്. സിമ്പിൾ മെഷീൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും കാണുന്ന ഈസി ആയിട്ട് ഒരു വർക്കിന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെഷീൻസിനാണ് നമ്മൾ സിമ്പിൾ മെഷീൻസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് നിങ്ങൾ ഈ കാണുന്ന ഇമേജിൽ കാണുന്ന പോലെ ഇൻക്ലൈൻഡ് പ്ലെയിൻ, വെഡ്ജസ്, ലിവർ, പുള്ളി, സ്ക്രൂ എന്നിവ. ആദ്യം തന്നെ സിമ്പിൾ മെഷീൻ എന്താണെന്ന് നോക്കാം. സിമ്പിൾ മെഷീൻസ് എന്ന് പറയുന്നത് ഒരു മോബിൾ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് അല്ല. ആ മെഷീൻസ് നമ്മുടെ വർക്കിന് ഈസി ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അധികം മൂവബിൾ പാർട്സ് ഇല്ലാത്ത മെഷീൻസിനെയാണ് നമ്മൾ സിമ്പിൾ മെഷീൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ സിമ്പിൾ മെഷീൻ ഹാസ് ഫ്യൂ ഓർ നോ മൂവിങ് പാർട്സ്. സിമ്പിൾ മെഷീൻസ് മേക്ക് വർക്ക് ഈസിയർ. നമ്മുടെ ജോലിഭാരം കുറയ്ക്കുന്നതിനും ഇപ്പോൾ ഈ ഇമേജിൽ കാണുന്നത് പോലെ ഒരു ആക്സ്, ഒരു സ്ക്രൂ, ഒരു സൈക്കിൾ, ഒരു പുള്ളി, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലിഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മെ സഹായിക്കുന്ന സിമ്പിളായിട്ടൊരു മെഷീൻസാണ്. അതിന് കേടുപാടുകൾ സംഭവിക്കുക വളരെ കുറവാണ്. കാരണം അതിന് മൂവബിൾ പാർട്സ് ഇല്ല. അതിൻ്റെ കൺസ്ട്രക്ഷനും അതിൻ്റെ മാനുഫാക്ചറിങ്ങും എല്ലാം ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. സിമ്പിൾ മെഷീൻസ് എന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വർക്ക് ചെയ്യാനുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഫോഴ്സ്. ഇപ്പോൾ ഒരു പുള്ളി ഇല്ലാതെ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കിണറിൽ നിന്ന് വെള്ളം കോരാൻ ഒരു പുള്ളി ഇല്ലാതെ നമ്മൾ കയറ് നേരിട്ട് വലിച്ചെടുക്കുന്നതാണ്. ഒരു പുള്ളി ഉപയോഗിച്ച് വലിച്ചെടുക്കണതാണ് ഈസി. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു പുള്ളി ഉപയോഗിച്ച് വലിക്കുമ്പോൾ ഉള്ള ഫോഴ്സ് അല്ല നമ്മൾ നേരിട്ടൊരു ബക്കറ്റ് വലിച്ചെടുക്കുമേ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിമ്പിൾ മെഷീൻസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഈസിയാക്കും. ഇങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ എമൗണ്ട് വളരെ കുറവായിരിക്കും. പക്ഷേ വർക്ക് ട്രാവലുള്ള ഡിസ്റ്റൻസും എമൗണ്ട് ഓഫ് വർക്കും സെയിം തന്നെയായിരിക്കും. ഇപ്പോൾ വെള്ളം കോരുക എന്നതാണ് നമ്മുടെ വർക്കെങ്കിൽ അതിൻ്റെ കിണറിൽ നിന്നുള്ള മുകളിലേക്കുള്ള ഡിസ്റ്റൻസിനൊരു വ്യത്യാസമില്ല. വെള്ളം മുകളിലേക്ക് കൊണ്ടുവന്ന ആ എമൗണ്ട് ഓഫ് വർക്കിന് നമുക്കൊരു വ്യത്യാസമില്ല. ആകെ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്. ഇപ്പോൾ പുള്ളി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എല്ലാം നമ്മൾ നേരിട്ടൊരു കയറ് വലിച്ചെടുക്കുമ്പോൾ. അപ്പോൾ സിമ്പിൾ മെഷീൻസ് എങ്ങനെയാണ് നമ്മളെ സഹായിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കുറച്ച് മതി കമ്പയർ ടു ഈ വേറെ മെത്തേഡ്സ്. ഈ സെക്ഷനിൽ നമ്മൾ കുറച്ച് സിമ്പിൾ മെഷീൻസിനെയാണ് കാണിക്കുന്നത്. ആദ്യം ഒരു നട്ട് ക്രാക്കർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ ഇൻക്രീസ് ചെയ്തിട്ട് അതിനൊരു ഷോർട്ടർ ഡിസ്റ്റൻസിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ട്പുട്ട് ഫോഴ്സ് കിട്ടുന്നത് നമ്മുടെ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനേക്കാളും വളരെ കൂടുതലായിരിക്കും. രണ്ടാമത്തെ ഇമേജിൽ കാണുന്നത് പോലെ ഒരു പുള്ളി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് ഫോഴ്സിനെ ഡയറക്ഷൻ തിരിച്ചിട്ട് നേരെ ഔട്ട്പുട്ട് ഡയറക്ഷനിലോട്ട് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോഴ്സ് കുറച്ച് മതി. ഔട്ട്പുട്ട് ഫോഴ്സിൻ്റെയും ഇൻപുട്ട് ഫോഴ്സിൻ്റെയും ഡയറക്ഷൻസ് ചേഞ്ച് ചെയ്ത് നമ്മുടെ വർക്കിനെ ഈസി ആക്കിയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ ഇമേജിൽ നിങ്ങൾ കാണുന്നത് ഒരു ഹാമറാണ്. ഹാമർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഹാമർ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നെയിൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം എന്തെങ്കിലും ഒരു മെറ്റീരിയലിനെ ഉറപ്പിക്കാനോ അല്ലെങ്കിൽ ബലപ്പെടുത്താനൊക്കെയാണ് നമ്മൾ ഹാമർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹാമർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു ലാർജർ ഡിസ്റ്റൻസിലോട്ട് നമ്മുടെ ഒരു ഫോഴ്സിന് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ലാർജർ ഡിസ്റ്റൻസ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഷോർട്ടർ ഏരിയ വഴിയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് വളരെ കൂടുതലായിട്ട് അതിന് ആംപ്ലിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ ഒരു സ്ക്രൂ ഡ്രൈവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡിസ്റ്റൻസിനെ കുറച്ചിട്ട് നമുക്ക് കൂടുതൽ ഔട്ട്പുട്ട് ഫോഴ്സ് ജനറേറ്റ് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത വിവിധ തരം സിമ്പിൾ മെഷീൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ ഇമേജിൽ കാണുന്നത് പോലെ. ഫസ്റ്റ് വൺ പുള്ളി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഒരു വീലും ഉണ്ടാവും, ആക്സിലും ഉണ്ടാവും. അതൊരു ഗ്രൂവിൻ്റെ ഇടയിലായിരിക്കും ചുറ്റും റൊട്ടേറ്റ് ചെയ്യണം. പുള്ളീസ് നമുക്ക് എന്താ സഹായിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെൽറ്റ് അല്ലെങ്കിൽ ഒരു ചെയിൻ വഴി വെച്ചിട്ട് നമുക്ക് വർക്കിന് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയാണ് പുള്ളീസ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇൻഡസ്ട്രീസിൽ അല്ലെങ്കിൽ നമുക്കിപ്പോൾ കാറുകളൊക്കെ ആണെങ്കിൽ ബെൽറ്റ് ഡ്രൈവ്, വേറെ ഇപ്പം നമ്മൾ വെള്ളം കോരണം അല്ലെങ്കിൽ ഒരു വെയിറ്റ് ലിഫ്റ്റ് ചെയ്യണം, എല്ലാത്തിനും നമ്മൾ പുള്ളീസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഒരു സിമ്പിൾ മെഷീനാണ് ഇൻക്ലൈൻഡ് പ്ലെയിൻസ് എന്ന് വെച്ചാൽ നമുക്കൊരു ഹൈറ്റിലോട്ട് കയറാൻ നേരെ ഒരു ഹൈറ്റിലോട്ട് ഇപ്പോൾ നമ്മളൊരു മരത്തുമ്മ കയറാണെങ്കിൽ മരം നേരെയാണ് നിൽക്കുന്നത്. അതിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് വളരെ കൂടുതലാണ്. പക്ഷേ നമുക്കൊരു 10 നിലയുള്ള ബിൽഡിങ്ങിൽ സ്റ്റെയേഴ്സ് വഴി കയറുകയാണെങ്കിൽ നമുക്ക് അത്രയും ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താ, ഈ സ്റ്റെപ്പ്
ബിൽഡ് ചെയ്തിരിക്കുന്നത് ഒരു ആംഗിൾ, ഒരു ഇൻക്ലിനേഷൻ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഇൻക്ലിനേഷൻ കൊണ്ട് നമുക്ക് നമ്മുടെ വർക്ക്, ഇപ്പോൾ ഒരു തിങ്സ് മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് തന്നെ കയറിപ്പോകാൻ ഭയങ്കര ഈസി ആക്കി തരും. നെക്സ്റ്റ് വൺ വെഡ്ജസ്. വെഡ്ജസ് നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ നൈഫ്, ആക്സ്, ഇതൊക്കെയാണ് വെഡ്ജസ് എന്ന് പറയുന്നത്. വെഡ്ജസ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്സിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് വെഡ്ജസ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ സ്ക്രൂ. സ്ക്രൂ എന്ന് പറയുന്നത് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ അല്ലെങ്കിൽ ഒരു സിലിണ്ടർ ഷാഫ്റ്റിൻ്റെ ഇടയിൽ അതിന് ഈസി ആയിട്ട് സ്ക്രൂ എന്താ ചെയ്യണം, സ്ക്രൂ ഈസി ആയിട്ട് ഇപ്പോൾ ഒരു ലാർജർ ഏരിയയിലായിരിക്കും, നമുക്കൊരു വുഡിലോട്ടാണ് ഒരു സ്ക്രൂ ചെയ്യുന്നതെങ്കിൽ ഒരു ലാർജർ ഏരിയയാണ്, ആ ലാർജർ ഏരിയയോട്ട് ഈസി ആയിട്ട് പെനിട്രേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ അതിനകത്ത് നമുക്കതിന് ഒരു മെറ്റീരിയൽ അതിൽ സ്ക്രൂ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് അതിലോട്ട് ഹോൾഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇതാണ് ഒരു സിമ്പിൾ മെഷീനാണ് സ്ക്രൂ. അപ്പോൾ സ്ക്രൂ വഴി നമ്മുടെ വർക്കിന് ഈസി ആയിട്ട് ചെയ്യണം. അപ്പോൾ ഒരു ലാർജർ ഏരിയയിലോട്ട് നമുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ വീൽ ആൻഡ് ആക്സിൽ. വീൽ ആൻഡ് ആക്സിൽ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ സെയിം പ്രിൻസിപ്പിൾ വഴിയാണ്. അത് നമുക്ക് തിങ്സിന് അല്ലെങ്കിൽ ഒരു മൂവ് ചെയ്യാൻ വേണ്ടിയാണ് വീൽ ആൻഡ് ആക്സിൽ നമുക്ക് ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും മെറ്റീരിയൽസ് മൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് വീൽ, നമ്മുടെ ടയർ, ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് വീൽ ആൻഡ് ആക്സിൽ മെത്തേഡാണ്. നെക്സ്റ്റ് നമ്മളൊരു വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്താണ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് നമ്മളിപ്പോൾ ഒരു 5 ന്യൂട്ടൺ ഫോഴ്സാണ് അപ്ലൈ ചെയ്യണമെങ്കിൽ അത് എത്ര ഇരട്ടിയായിട്ട് മെഷീൻ തിരിച്ചു തരും, എത്ര ഫോഴ്സായിട്ടാണ് മെഷീൻ ഔട്ട്പുട്ട് തരുന്നത്, അതിനെയാണ് മെഷീൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. What is a mechanical advantage? A machine's mechanical advantage is the number of times the machine multiplies the force. അപ്പോൾ ഓരോ മെഷീൻസിനും അതിൻ്റെ കൺസ്ട്രക്ഷൻ വഴി, അതിൻ്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ വഴി മെക്കാനിക്കൽ അഡ്വാൻറ്റേജസ് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജസ് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുല എന്ന് പറയുന്നത് ഇൻപുട്ട് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് ഫോഴ്സ് ആണ്. നമ്മൾ എന്തോരം ഇൻപുട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യണോ അത് ഡിവൈഡഡ് ബൈ നമുക്ക് അതിൻ്റെ എത്ര ഔട്ട്പുട്ട് ഫോഴ്സ്, അതിനാണ് നമ്മൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യണത്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാൽക്കുലേറ്റ് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് ഫോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഔട്ട്പുട്ടായിട്ട് കിട്ടുകയില്ല. അതിൻ്റെ ഒരു ഭാഗം ഫ്രിക്ഷൻ ലോസ് കൊണ്ടും അല്ലെങ്കിൽ വേറെ വിയർ ആൻഡ് ടയറും കൊണ്ടൊക്കെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് കിട്ടുന്ന ഫോഴ്സ് ഇൻപുട്ടിനേക്കാളും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വർക്ക് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വർക്കാണ്. ഈ എഫിഷ്യൻസി 1 ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സിസ്റ്റം അതിൻ്റെ ഫുള്ളി എഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റം കിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഫ്രിക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ മെഷീൻ്റെ വിയർ ആൻഡ് ടിയർ കൊണ്ടോ വേറെ എന്തെങ്കിലും ക്ലൈമാറ്റിക് വെതർ കണ്ടീഷൻസ് വേറെ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഫാക്ടർ കൊണ്ട് നമുക്കതിൻ്റെ ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എഫിഷ്യൻസി നമ്മൾ കണ്ടുപിടിക്കുന്നത് ഔട്ട്പുട്ട് വർക്ക് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വർക്ക് വെച്ചിട്ടാണ്. ഈ ഒരു ഇമേജിൽ കാണുന്നത് പോലെ ഒരു ഗാർഡനറുടെ വർക്കിംഗ് ആണ് നമ്മൾ കാണിക്കുന്നത്. ഒരു ഗാർഡനർ ഒരു ഷവൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരു ഷവലിൻ്റെ ഹാൻഡിൽ എന്ന് പറയുന്നത് ഒരു സ്മോളർ ഏരിയ ആണ്. ആ സ്മോളർ ഏരിയയിലോട്ട് ഒരു ഇൻപുട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തു. എന്നിട്ട് ഷവലിൻ്റെ എൻ ഭാഗം നമുക്കൊരു ലാർജർ ഡിസ്റ്റൻസിലോട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഷവൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഒരു ലാർജ് ഡിസ്റ്റൻസിലും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഫോഴ്സ് ഒരു സ്മോളർ ഡിസ്റ്റൻസിലാണ്. ഇതൊരു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാൻ ഇതിൻ്റെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.